തിരുവനന്തപുരത്ത് നിന്ന് വരുന്നൊരു മനോഹരമായ ദൃശ്യത്തിലേക്കാണ്. വയനാട് അമരക്കുനിയിൽ നിന്ന് പെൺകടുവയെ തിരുവനന്തപുരം മൃഗശാലയിലേക്ക് എത്തിച്ചിരിക്കുകയാണ്. ആ പെൺകടുവയുടെ ദൃശ്യങ്ങളിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ഇതാണ് ആ പെൺകടുവ. വയനാട് അമരക്കുനിയിൽ നിന്ന് പിടിച്ച പെൺകടുവയാണ് തിരുവനന്തപുരത്ത് മൃഗശാലയിൽ എത്തിച്ചിരിക്കുന്നത്. ഒരാഴ്ച മുമ്പാണ് 8 വയസ്സുകാരി കടുവ കൂട്ടിലായത്. കടുവയെ ഇനി തിരുവനന്തപുരത്ത് മൃഗശാലയിൽ കാണാം പ്രേക്ഷകർക്ക്. റിനു സീതർ ചേരുന്നുണ്ട്. റിനു, അങ്ങനെ കൂട്ടിലായ കടുവയെ നമ്മൾ തിരുവനന്തപുരത്ത് മൃഗശാലയിൽ എത്തിച്ചിരിക്കുകയാണ്. ഇനി മൃഗശാലയിലെ അതിഥിയാവുമല്ലേ ഇവൾ? റിനു, തീർച്ചയായും അരുൺകുമാർ, വളർത്തുമൃഗങ്ങളെ കൊന്ന പുൽപ്പള്ളി അമരക്കുനിയെ ഭീതിയിലാഴ്ത്തിയ പെൺകടുവയാണ് ഒരാഴ്ച മുമ്പ് പിടിയിലായത്. അതായത് വളരെ അധികം പ്രയത്നത്തിൻ്റെ ഫലമായിട്ടാണ്, വളരെ കഷ്ടപ്പെട്ടാണ് ഈ കടുവയെ ഏകദേശം 5 കൂടുകൾ സ്ഥാപിച്ച് ഒരു കൂട്ടിലും കയറാതെ ഒളിച്ചു കളിച്ച കടുവയാണ് പിന്നീട് ഒരു കൂട്ടിൽ അകപ്പെടുന്ന ഒരു സാഹചര്യം. അവിടെ നിന്ന് വിദഗ്ധമായിട്ടുള്ളൊരു ചികിത്സ നൽകേണ്ട ആവശ്യം വന്നിരുന്നു. ഇതിൻ്റെ വലതു കൈക്ക് സാരമായിട്ടുള്ള പരിക്കുണ്ട്. ആ പരിക്കിൻ്റെ പശ്ചാത്തലത്തിൽ ചികിത്സ നൽകുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് തിരുവനന്തപുരം മൃഗശാലയിലേക്ക് എത്തിച്ചത്. ഇവിടെ ഏകദേശം ഇനി ഒരാഴ്ചക്കാലം ഇതിന് വിദഗ്ധ ചികിത്സ നൽകും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ഈ വിദഗ്ധ ചികിത്സയ്ക്ക് ശേഷം മാത്രമായിരിക്കും ഈ പൊതുജനങ്ങൾക്ക് കാണാനുള്ള അവസരം ഉൾപ്പെടെ ഒരുക്കുക. എന്തായാലും ഏകദേശം അരമണിക്കൂറിന് മുമ്പാണ് ഈ പെൺകടുവയെ ഇവിടേക്ക് എത്തിച്ചത്. അതായത് 24 മണിക്കൂറും നിരീക്ഷണത്തിന് വേണ്ടിയിട്ടുള്ളൊരു സജ്ജീകരണമാണ് നിലവിൽ ഇവിടെ ഒരുക്കുക. ഒപ്പം രക്തപരിശോധന നടത്തിയ ശേഷം കാൽനേറ്റ പരിക്കിനുള്ള ചികിത്സ ആരംഭിക്കുമെന്നുള്ളതാണ്. 21 ദിവസത്തെ സമ്പർക്ക വിലക്കാണ് തീരുമാനിച്ചതെങ്കിലും പരിക്ക് സാരമാണെങ്കിൽ കൂടുതൽ ദിവസം അത് നീണ്ടുപോകുമെന്നുള്ളതും ഈ അധികൃതർ പറയുന്നത്. ആളുകളെയൊക്കെ കണ്ടിട്ട് വലിയ ഭയമൊന്നുമില്ലെന്ന് തോന്നുന്നു. തീർച്ചയായും, കാര്യം വലിയൊരു ജനക്കൂട്ടമുണ്ട്. ഇവിടുത്തെ ജീവനക്കാർ ഉൾപ്പെടെയുള്ള വലിയൊരു ജനക്കൂട്ടം ഉണ്ട്. അവരെ കണ്ടിട്ടും ഈ ഒരു ഭയമില്ല. എന്തായാലും ഡയറക്ടർ മഞ്ജുള മാഡം ചേരുന്നുണ്ട്. മാഡം, എന്താണ് ഇനി ഇവിടുത്തെ ഒരു സജ്ജീകരണം ഈ കടുവയ്ക്ക് വേണ്ടി? ഇതിനെ ഒരു 21 ദിവസം ക്വാറന്റൈനിലിടും. ആ സമയം നിരീക്ഷണത്തിലാണിത്. ആ നിരീക്ഷണം കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇത് വിലയിരുത്താൻ പറ്റുള്ളൂ. എന്തൊക്കെയാണ് ഇതിൻ്റെ ശാരീരിക അവസ്ഥയെന്നും എന്തെങ്കിലും നോക്കും. ചികിത്സ എങ്ങനെയാണ് ഒരുക്കിയിരിക്കുന്നത്? നമ്മൾ ആദ്യം അതിന് എന്തൊക്കെയാണ് ചെറിയ ഇഞ്ചുറിയൊക്കെ ഉണ്ടോയെന്ന് പറഞ്ഞു. അപ്പോൾ അത് ഒന്ന് നോക്കും. എന്തോ ട്രീറ്റ്മെൻറ്റ് ആവശ്യമുള്ളതിനെല്ലാം നമ്മളിവിടെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കും. പിന്നെ ബ്ലഡ് ടെസ്റ്റ് അതുപോലുള്ള ടെസ്റ്റുകൾ നടത്തിയിട്ട് ഈ പൊതുജനങ്ങൾ കാണാനുള്ള അവസരം എങ്ങനെയായിരിക്കും? അത് ഉടനെയൊന്നും ഉണ്ടാവില്ല. എല്ലാം അത് കംപ്ലീറ്റ് അതിൻ്റെ പ്രശ്നമെല്ലാം മാറിക്കഴിഞ്ഞ് മാത്രമേ അത് ഫുള്ള് ഹെൽത്തി ആയിട്ട് മാത്രമേ നമ്മൾ ഡിസ്പ്ലേക്ക് കൊണ്ടുപോകുള്ളൂ. ഇതാണ് അരുൺകുമാർ. ആദ്യം ഒരാഴ്ചക്കകത്ത് അതിനുള്ള സംവിധാനം ഒരുക്കുമെങ്കിലും പക്ഷേ ഈ പരിക്ക് സാരമായിട്ടുള്ളതിനാൽ അത് ദിവസങ്ങൾ കഴിയുമെന്നുള്ളതാണ്. എന്തായാലും വലിയ രീതിയിലുള്ള അലർച്ചയും മുരൾച്ചയും ഒക്കെ കേൾക്കുന്നുണ്ട്. ഇത്രയും ഒരു ജനക്കൂട്ടത്തെ കണ്ടതുകൊണ്ടാവാം എന്നുള്ളതാണ് നമ്മളും സംശയിക്കുന്നത്. എന്നാലും നമ്മൾ കുറച്ച് അകലം പാലിച്ചാണ് നിൽക്കുന്നത്. വലിയ ഇരുമ്പ് കൂടാണ് സജ്ജീകരിച്ച്, ബന്ധഹൗസിലുള്ള ഇരുമ്പ് കൂടാണ്. അവിടെ തൊഴിലാളികൾ മാത്രമാണ് ഉള്ളത്. അവർ കൃത്യമായി തന്നെ അതിനെ ക്രമീകരിച്ചുകൊണ്ട് ലോറിയിൽ നിന്ന് റാമ്പ് ഉപയോഗിച്ച് താഴേക്ക് ഇറക്കിയിട്ടുണ്ട്. ഇതിനെ ഇനി കൂട്ടിലേക്ക് മാറ്റേണ്ടുന്ന ഒരു ഇടപെടലാണ് ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ജീവനക്കാരും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർ അടക്കമുള്ളവർ വളരെ പ്രയാസപ്പെട്ട കടുവയെ മുകളിലേക്ക് അല്ലെങ്കിൽ തീർച്ചയായും നല്ല ശൗര്യമുണ്ട്. അങ്ങനെയൊന്ന് ആളല്ല. വയനാട് ഒന്നിച്ച് ഉറപ്പിച്ച ആ പെൺ കടുവയാണ്. വലിയ രീതിയിൽ ജനവാസ മേഖലയിലാകെ ഭീതി പടർത്തി വലിയ രീതിയിൽ വിറപ്പിച്ചൊരു പെൺകടുവ കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ചെറിയ ജനലക്ഷം അല്ലെങ്കിൽ ജനക്കൂട്ടത്തെ കണ്ട് അങ്ങനെ ഭയപ്പെടില്ല എന്ന് തന്നെയാണ്. അത്രയും വലിയൊരു മുരൾച്ച. നമുക്ക് ഈ മൈക്കിലൂടെ ആ മുരൾച്ച ഒന്ന് കേൾക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അലർച്ച ഒന്ന് കേൾക്കാൻ വേണ്ടി നോക്കാം. അരുൺകുമാർ, കേൾക്കാമെന്ന് തോന്നുന്നു. വലിയ രീതിയിലുള്ള അലർച്ച തന്നെയാണ്. 21 ദിവസത്തെ സുഖചികിത്സ കൂടി ഇവിടെ നൽകും എന്നുള്ളതാണ്. അതെ.